എന്താ അതിനെക്കൊണ്ട് അങ്ങേക്കുള്ളൊരു നേട്ടം? പിന്നെ ശരീരം നല്ല ശോഭയുള്ള ശരീരമാണ്. കുങ്കുമത്തിന്റെ നിറമാണോ? അതെ, കുങ്കുമത്തിലെ നിറമാണ്. ഇപ്പൊ ഗണപതിയൊക്കെ പറയുമ്പോ ബാലകായുധം എന്നൊക്കെ പറയില്ലേ, ബാലസൂര്യന്റെ നിറമാണെന്നൊക്കെ പറഞ്ഞാൽ ബാലസൂര്യന്റെ നിറമാണത്തെ അതേപോലെയുള്ള ശരീരം, ഒരു സൗന്ദര്യമുള്ള ശരീരമാണ്, കാണാൻ ഭംഗിയുള്ള ശരീരമാണ്. ഗണപതി ബാലക്കായല്ല, കുങ്കുമാണ്. സിന്ധൂരാഭരണം മറ്റേ ഗോൾഡ് ഗണപതി നിങ്ങൾക്കുള്ള പ്രയോജനം എന്താണെന്ന് എനിക്കറിയേണ്ടത്. അതായത് അങ്ങാണല്ലോ, അല്ലെങ്കിൽ ലോകത്തിലൂടെ ദേവിയുടെ സൗന്ദര്യമാണ്. എന്റെ ചോദ്യം മനസ്സിലാക്കിയ ശേഷം പറഞ്ഞാൽ മതി. അതായത് എന്റെ പണി തലക്ക് ലോകത്തിന് കൊടുക്കാനുള്ള എന്താണെന്നാണ് പങ്ക് ചോദിച്ചത്, അല്ലെ? അതുപോലെ പിന്നെ മാംസവും നൽകിക്കൊണ്ട് പലയിടങ്ങളിലും ശ്രീകാളിയെ പൂജിച്ചു വരുന്ന ഒരു സമൂഹമുണ്ട്. കാരണം ആ കാലത്തെ ജനങ്ങളുടെ ഭക്ഷ്യ വസ്തുക്കൾ അതൊക്കെയാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ കിട്ടിയിരുന്നത് കൃഷിയിടങ്ങളിലെ നെല്ലും അതുപോലെ ഈ കാട്ടുപന്നികളും അതിന്റെ മാംസവും ഒക്കെയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ ജീവിതം അതുപോലെ അവരുടെ ദേവതമാരിലും അപേക്ഷിച്ചുകൊണ്ട് അതിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ കാലത്തിലെ ജനത അവരവരുടെ ദേവതമാരെ സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാളിയെ സങ്കല്പിക്കുമ്പോഴും മദ്യം കുടിക്കുന്ന ഒരു കാളിയെ, ഇപ്പോഴും നമുക്കറിയാം മുത്തപ്പൻ, കള്ളു കുടിക്കുന്ന മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കള്ളു കുടിക്കുന്ന മുത്തപ്പൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ അവിടെ ആ ഒരു രീതിയിൽ ആ ഒരു സങ്കല്പം അനുസരിച്ച് ചെയ്യാണ്. ഇവിടെ ദാമോദരൻ പണിക്കരുടെ പദ്യത്തിൽ ഒരു ഇത് പറയുന്നത് അളിപൂർണ രത്ന ചഷകം ബിഭ്രതിയാണ് ദേവി. അളിപൂർണ രത്ന ചഷകം എന്നുള്ള ഒന്നാന്തരം ഒരു ചമത്കൃതമായ ഒരു പദപ്രയോഗമാണ്. അളിപൂർണ രത്ന ചഷകമാണ്. ചഷകം മദ്യപാത്രമാണ്, രത്നചഷകമാണ്, രത്നം കൊണ്ടുണ്ടാക്കിയ മദ്യപാത്രമാണ്. അതിൽ വണ്ടുകൾ പൂർണ്ണമാണ്. വണ്ടുകൾ പൂർണ്ണമാകണമെങ്കിൽ അതിലുള്ള മദ്യം പുതു മദ്യമായിരിക്കും. കാരണം പഴകിയ മദ്യമായിരിക്കില്ല. ആ മദ്യം അളികളെ ആകർഷിക്കണമെങ്കിൽ അതിന് അളികളെ ആകർഷിക്കുവാൻ പറ്റിയ സുഗന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചമത്കൃതമായ പരിചയമൊന്നുമില്ല, പരിചയത്തിന്റെ അടുത്തത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ കവിതകളും കാവ്യങ്ങളും വായിച്ചൊരു പരിചയത്തിന്റെ മട്ടിൽ പറയാം. അപ്പൊ തീർച്ചയായിട്ടും അളിപൂർണ രത്ന ചഷകം എന്ന പദപ്രയോഗം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് അർത്ഥ തലങ്ങളെ കൊണ്ട് തരുന്നുണ്ട്. അത് പുതുമദ്യമാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അത് പ്രായോഗിക തലത്തിൽ വരുമ്പോഴും അതെ. അപ്പൊ ഇതുപോലെ ഈ പദം മാറ്റിയിട്ടുണ്ട്. മണിപൂർണ രത്ന ചഷകം, മണിപൂർണ രത്ന ചഷകം മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഇത് ദേവിയുടെ കയ്യിൽ ഒരു കള്ളിന്റെ പാത്രം കൊടുക്കുക പറഞ്ഞ മോശമല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഈ പദം മാറ്റിയിട്ടുണ്ട്. നമ്മളെ ആൾക്കാർ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു അളിപൂർണ രത്ന ചഷകം എന്ന് മാറ്റിയിട്ട് മണിപൂർണ. അപ്പൊ രത്നങ്ങൾ നിറച്ച, പിന്നെ അപ്പൊ ചോദിക്കും എന്തിനാണ് ഇപ്പൊ ദേവി ഇങ്ങനെ രത്നങ്ങൾ നിറച്ച ഒരു പാത്രവും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഏറ്റവും നല്ല പദപ്രയോഗം അളിപൂർണ രത്ന ചഷകം തന്നെയാണ്. അപ്പൊ അതാ കുറച്ചുകൂടി സൗന്ദര്യവും. സാധാരണഗതിയിൽ ഇപ്പൊ കവി എഴുതണമെങ്കിൽ ഇപ്പൊ മദ്യം വെച്ച പാത്രത്തിൽ വണ്ടികൾ നിറഞ്ഞിരിക്കുന്ന സ്വാഭാവികം നമുക്ക് കാണാമെന്ന്. ഒരു കള്ളും കൂടെ വെച്ചാൽ വൈകുന്നേരം ശ്രീകൃഷ്ണന്റെ ചില ഭജനകളിൽ കാണുന്നു. ശ്രീകൃഷ്ണൻ വനമാലിയാണ്, നമുക്കറിയാം കൃഷ്ണൻ. ഈ കൃഷ്ണന്റെ പുഷ്പമാലയില് വണ്ടുകൾ പാറിക്കളിക്കുന്നു എന്ന് കവികൾ എപ്പോഴും പറയും. വണ്ടുകൾ പാറിക്കളിക്കുന്ന ഗണപതിയുടെ കവിതത്തിലും വണ്ടുകൾ പാറിക്കളിക്കുന്ന പുഷ്പങ്ങൾ കോർത്ത മാലയണിഞ്ഞവരാണ് കൃഷ്ണൻ. അപ്പൊ സ്വാഭാവികമായി ആള് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ വണ്ടുകൾ കുത്തൂലേ കൃഷ്ണനെ? വണ്ടുകൾ കുത്തൂലെന്നല്ല, ആ കവിയുടെ ഉദ്ദേശിക്കുന്ന ഇത്രയാണ്. ആ പുഷ്പമാല പുതുമാലയാണ്, സുഗന്ധമുള്ള മാലയാണ്, വാടിയ മാലയല്ല, കരിഞ്ഞ മാലയല്ല, പഴകിയ പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ മാലയുമല്ല, പുതുമാലയാണ് എന്നൊരു കാവ്യ സൗന്ദര്യം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കവി അങ്ങനെ പ്രയോഗിക്കുന്നത്. അതുപോലെയാണ് അളിപൂർണ രത്ന ചഷകം എന്ന പദപ്രയോഗവും. ശാക്തേയ പൂജയിൽ മറ്റൊരു കാര്യം, നമ്മൾ ഈ കേശാതിപാത വന്ദന എന്ന് പറയുന്നത് ഇന്ത്യൻ ട്രഡിഷനാണ്. ഒരു ദേവിയുടെ കേശം മുതൽ പാദം വരെ, അല്ലെങ്കിൽ ദേവന്റെ കേശം മുതൽ പാദം വരെ വന്ദിച്ചുകൊണ്ട് ഇഷ്ടദേവതാ വന്ദന നടത്തുന്ന ഒരു രീതി നമുക്കുണ്ട്. ആചാര്യസ്വാമികൾ പലയിടത്തും അത് അനുവർത്തിച്ച് കാണാം. ഇതുപോലെ പീതാംബരൻ പണിക്കർ ചെയ്തത് അദ്ദേഹത്തിന്റെ ദേവിയെ ഇങ്ങനെയൊക്കെയാണ് സങ്കല്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ദേവിയിൽ
ശക്തിയാണ്, മദ്യം കയ്യിലുള്ള ഒരു ദേവിയാണ്. അതിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. അല്ല, അദ്ദേഹങ്ങൾക്ക് മാറ്റാൻ വേണ്ടി നോക്കി, മടി പറഞ്ഞു മാറ്റുകയാണ് ദേവി അല്ലേ? അവിടെ ആലങ്കാരികമായിട്ടുള്ള വല്ല ആ കവിക്ക് വല്ല ഉദ്ദേശമുണ്ടോ? ചമൽക്കാര പരമായിട്ടുള്ള വല്ല പ്രയോഗമാണോ അത്? സിന്ദൂരത്തിന്റെ ശോഭ പോലെയുള്ള ശോഭയോടുകൂടി പോലെയുള്ള പോലെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അലങ്കാരം ഉണ്ടോ എന്നാണ് എന്റെ. അതെങ്ങനെ പറയുമ്പോ എന്ത് അലങ്കാരമാണ് താങ്കളുടെ മനസ്സിൽ ചോദ്യമാണ്, എന്റെ ചോദ്യമാണ്. അതെ, അവിടെ അങ്ങനെ പോലെയുള്ള എന്ന് പറയുമ്പോൾ എന്ത് അലങ്കാരമാണ് താങ്കൾക്ക് വരുന്നത്? എനിക്കറിയില്ല. താങ്കൾക്ക് ഒരുപാട് പരിചയമുണ്ടല്ലോ. അയ്യോ, ഇല്ല. ഇല്ലേ? അത് അവിടെ ഉപമാലങ്കാരമാണ് വരുന്നത്. പോലെയുള്ള എന്ന് പറയുമ്പോൾ ഉപമാലങ്കാരമാണ് അവിടെ. അതെ, അതുപോലെയുള്ള ഉപമ പറയണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണത്? അവസാനം വാദി പ്രതിയായ നിങ്ങൾ പറയൂ. സാധാരണയിൽ നിന്ന് പ്രത്യേകമായിട്ട് താങ്കൾ കാണുമ്പോ താങ്കൾ പറയുകയല്ലേ വേണ്ടത്? അതായത് ഉപമാ എത്ര സാദൃശ്യ ലക്ഷ്മീരുല്ലസതി ദ്വയോഹോ എന്നല്ലേ ഇപ്പൊ കുവലയാനന്ദകാരൻ പറഞ്ഞതാണ്. എവിടെയാണോ മനോഹര സാദൃശ്യം കാണുന്നത് അവിടെയാണ് ഉപമ വരിക എന്നാണ്. അതിൻ്റെ ഉദാഹരണത്തിലും കടക്കാതെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ കുങ്കുമ പോലെ അരുണമായ വിഗ്രഹത്തോടു കൂടിയവൾ എന്നുള്ള ഇടത്താണ് ഇപ്പോഴങ്ങ് ഉപമാലങ്കാരമുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ദേവി. അത് ഞാൻ ലൗകികമായിട്ടിപ്പോൾ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ അവിടെയും ഈ അലങ്കാരം വരില്ലേ എന്ന്. മഹിഷ ഇവ പുരുഷ. പോത്തിനെ പോലത്തെ പോന്നാന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇല്ലേ? മഹിഷ ഇവ പുരുഷ. മഹിഷം പോലെയുള്ള പുരുഷൻ, പോത്ത് പോലെയുള്ള ആള്. അവിടെ അലങ്കാരമുണ്ടോ? അല്ല, ഇവിടെ എന്റെ പദത്തിൽ എന്താ അതല്ലേ പറയേണ്ടത്? അതുപോലെയല്ലേ എന്റെ പദത്തിൽ പറയുന്നത് കുങ്കുമം പോലെ, സിന്ദൂരത്തിന്റെ ശോഭ പോലെയുള്ള ശോഭയോട് കൂടിയവള് അല്ലേ? അതെ എന്ന് പറയുമ്പോൾ ദേവിയുടെ നിറം ഈ കുങ്കുമത്തിന്റെ ശോഭയാണ്. അതെ, കുങ്കുമത്തിന്റെ ശോഭ എങ്ങനെയാണോ അതെ ആ ശോഭയാണ് ഇവിടെ ഉള്ളത്. അവിടെ പിന്നെ പറയുന്ന ഉപമക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ ഒന്ന് ഞാനൊരു സംശയം പറഞ്ഞു മാത്രമാണ്. തെറ്റുർഗ രണ്ടപ്പെട പോലെ സ്വർഗംഗയെ അതിലേക്ക് ഇറങ്ങുന്നു എന്നർത്ഥമാണ്. അവിടെ ഭിന്നത്വമാണെങ്കിൽ പോലും ഭിന്നത്വമുണ്ട്. തത് ഭിന്നത്വേ സതി. അതായത് കീർത്തി സ്വർഗംഗയിലേക്കൊന്നും പോയി ഇറങ്ങൂല. തത് ഭിന്നത്വേ സതി. തത് ഭിന്നത്വം സത്തായിരിക്കും സമയത്തെങ്കിൽ പോലും അതിലാണ് സാദൃശ്യം കാണേണ്ടത്. ഇവിടെ കുങ്കുമത്തിന്റെ നിറം നമ്മൾ കാണുന്നു, ചുവപ്പ് വർണ്ണം. അതെ, തത് ഭിന്നത്വമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ അലങ്കാരം പറയാമോ എന്നൊരു സന്ദേഹമാണ് എൻ്റെത്. അത്രേ ഉള്ളൂ. അല്ലെ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സിന്ദൂരാരുണ വിഗ്രഹ എന്ന് പറയുമ്പോൾ സിന്ദൂരം എന്നുള്ള പിന്നെ വാചകം, അതുപോലെ തന്നെ അതിന്റെ ധർമ്മം, ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഉപമാ വാചക ശബ്ദം അവിടെ പറഞ്ഞിട്ടില്ല. ദേവിയാണ് അവിടെ. പിന്നെ അവിടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുങ്കുമത്തിന്റെ നിറം പോലെയുള്ള നിറത്തോടു കൂടിയവളാണ് ദേവി. കുങ്കുമത്തിന്റെ നിറം കുങ്കുമത്തിന് മാത്രമാണ്, അത് ദേവിക്കല്ല. ആ നിറം പോലെയുള്ള നിറമാണ് ദേവിക്കുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് തദ് ഭിന്നത്വേ സതി. അത് ഇവിടെ നിറം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുങ്കുമത്തിന്റെ നിറം പോലെ, സിന്ദൂരം പോലെ അരുണമായ വിഗ്രഹത്തോടു കൂടിയവൾ എന്നാണ്. തദ് ഭിന്നത്വേ സതിയാണ്. തദ് ഭിന്നത്വം സത്തായിരിക്കും. ഇവിടെ അരുണവർണ്ണവും ദേവിയുടെ രണ്ടും ഭിന്നത്വമല്ല സാധാരണ കാണിക്കുന്നത്. അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇനിയല്ല നമ്മളിങ്ങനെ വെറുതെ വാക്കുകൊണ്ട് കാര്യം അധ്യക്ഷനോട് ഇടപെടട്ടെ. ഒന്നാം തരം ഉപമാലങ്കാര പ്രയോഗമാണത്. ആയിക്കോട്ടെ, സമ്മതിക്കാം. തദ് ഭിന്നത്വേ സതി തദ്ഗത ഭൂയോ ധർമ്മവത്വം എന്നാണ്. തദ് ഭിന്നത്വേ സതി. തദ്ഭിന്നത്വം എന്ന് പറഞ്ഞാൽ ഉപമേയത്തിൽ നിന്ന് ഉപമാനം ഭിന്നമായിരിക്കണം. അല്ലെങ്കിൽ സിന്ദൂരാരുണ വിഗ്രഹമാണ് എന്നാണ്. സിന്ദൂരത്തിൻ്റേത് പോലെയുള്ള അരുണം, സിന്ദൂരത്തിന്റെ അരുണം സിന്ദൂരത്തിന് മാത്രമേ ഉള്ളൂ, അത് ദേവിയുടെ ശരീരത്തിനില്ല. അതുപോലെയുള്ള അരുണമാണ് ആർക്കുള്ളത്? ദേവിയുടെ അരുണം. അപ്പോൾ ദേവിയുടെ അരുണവും സിന്ദൂരത്തിന്റെ അരുണവും രണ്ടും രണ്ടാണ്. സിന്ദൂരത്തിൻ്റേത് പോലെയുള്ള അരുണമാണ്. അത് ഈ പോലെ എന്നുള്ളത് എപ്പോഴും പോലെ രണ്ടും രണ്ടായി ആവും. രണ്ടും രണ്ടാകുന്നിടത്താണ് പോലെ. ഇപ്പൊ എൻ്റെ ശരീരം പോലെ അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരവും അദ്ദേഹത്തിന്റെ ശരീരം രണ്ടും രണ്ടാണെന്നിരിക്കെ അതിൽ ഒരു സാമ്യത കാണുന്നിടത്താണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ സിന്ദൂരത്തിന്റെ അരുണം സിന്ദൂരത്തിലുള്ളതും ദേവിയുടെ അരുണം ദേവിയുടെ ശരീരത്തിലുള്ളതുമാണ്. ഇത് രണ്ടും രണ്ടാണെന്നിരിക്കെ അതിൽ സാമ്യതയുണ്ട്. എങ്ങനെ? രണ്ടും അരുണമാണ് എന്നുള്ള സാമ്യതയുണ്ട്. ആ
അതുകൊണ്ടാണ് ഇവിടെ ഉപമാലങ്കാരം വരുന്നത്. അവിടെയാണ് എനിക്ക് മറ്റൊരു സംശയമുള്ളത്. മഹിഷ ഇവ പുരുഷ, അവിടെ ഉപമാലങ്കാരം പറയാമോ? മഹിഷ ഇവ പുരുഷ എന്ന് പറഞ്ഞാൽ പോത്തുപോലെയുള്ള പുരുഷൻ. പോത്തുപോലെയുള്ള പുരുഷൻ എന്ന് പറയുന്നിടത്ത് അതെ നമുക്ക് വേണമെങ്കിൽ ഉപമ പറയാം, ഇല്ലെങ്കിൽ അതിശയോക്തി വെച്ചിട്ട് മാതങ്കീവ കന്യ, ആന പോലത്തോട് നമ്മൾ പറയാറുണ്ട്. അവിടെ ഉപമാലങ്കാരം അവിടെ ചാരു സാദൃശ്യം ഇല്ല. ഓ അല്ലല്ലേ എന്ത് മഹിഷ് ഇവിടെ നമ്മളിപ്പോ ഇപ്പൊ ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ, ആ പെൺകുട്ടിയുടെ തലയിൽ ചക്ക പോലത്തെ പേൻ, അതെ മലയാളത്തിൽ പറഞ്ഞു ചക്ക പോലത്തെ പേൻ എന്നുള്ളെടുത്ത് ഉപമാലങ്കാരല്ല, അതിശയോക്തിയാണ്. ചക്ക പോലത്തെ പേൻ എന്നുള്ളെടുത്ത് പോലെയുണ്ടല്ലോ, ചക്കയും പേനും രണ്ടും രണ്ടല്ലേ? ചക്ക വേറെ, ചക്കയുടെ പേൻ വേറെ, രണ്ടും ഭിന്നമാണ്. ഭിന്നം എത്ര പോലും ഉണ്ടാവില്ല. ചക്ക പോലെ വലുത് അവിടെ അതിശയോക്തിയാണ്, അവിടെ ഉപമയല്ല. അവിടെ ഉപമയ്ക്ക് ചാരു സാദൃശ്യമില്ല. അതുപോലെയല്ല ഇവിടെ സിന്ദൂരാരുണം പോലെ, കുങ്കുമത്തിന്റെ ചുവപ്പ് പോലെ. കുങ്കുമത്തിന്റെ ചുവപ്പ് അതിസുന്ദരമാണ്. അതെ, ആ കുങ്കുമത്തിന്റെ ചുവപ്പ് പോലെയുള്ള അരുണവർണം, ചുവപ്പ് നിറം ദേവിയുടെ ശരീരത്തിനുണ്ട്. അപ്പൊ ദേവിയുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു അതിശയത്വം നമുക്ക് കിട്ടുകയും അത് സാദൃശ്യമായിട്ട് അവിടെ പരിലസിക്കുകയും. അവിടെയാണ് മറ്റേ തദ്ഭിന്നത്വേ സതി. അവിടെ ഭിന്നത്വം കാണുന്നതല്ലോ. ഭിന്നത്വം ഇതാണ് തദ്ഭിന്നത്വം. തസ്മാത് ഭിന്നത്വം, കസ്മാത് ഭിന്നത്വം, ഉപമേയാത് ഭിന്നത്വം, ഉപമേയാത് ഉപമാനസ്യ ഭിന്നത്വം എത്ര വർത്തതേ തത്രയേവ. സമാധാനിക്കാം. അപ്പോഴ് അതെ അതൊന്നിന് അത്ര വലിയ വക്ഷോരുഹീനി മനസ്സിലായില്ല. ആപീന വക്ഷോരുഹല്ലേ? അത് പറഞ്ഞല്ലോ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. സ്ത്രീ സൗന്ദര്യത്തെ ഇവിടെ ദേവിയെ ഒരു സൗന്ദര്യവതിയാക്കി, കേവലം ഒരു ദേവിയല്ല, ഒരു സുന്ദരിയായ ഒരു സങ്കല്പത്തിലാണ് കവി അവതരിപ്പിക്കുന്നത്. ആപീനം. അതെ, ആപീനത്തിന്റെ അർത്ഥം തടിച്ച വക്ഷസ്. അപ്പൊ ഈ പീനത്തിന് തടിച്ച വളം. അതെ. പിന്നെ ആപീനോ ഏറ്റവും തടിച്ചത്. അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞൂടെ? ഏറ്റവും ആങ് എന്നുള്ള ഉപസർഗത്തിന് അങ്ങനെ പറഞ്ഞുകൂടെ? അല്ല, പറഞ്ഞുകൂടെ. ഇവിടെ ആപീന വക്ഷോരുഹത്തിന്റെ അർത്ഥം എന്താണെന്ന് എന്റെ ചോദ്യം. ആപീന വക്ഷോരുഹം എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. എന്താ ഈ ആപീനം? ഏറ്റവും തടിച്ചത്. എന്തിനങ്ങനെ ഒരു ദേവികത? അങ്ങനെ പറയാമേ, അങ്ങനെ പറയണം. ഞാൻ ഇഷ്ടദേവതാ നമസ്കാരമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഇഷ്ടദേവത എന്റെ ഇഷ്ടദേവതയാണ്. എന്റെ ഇഷ്ടദേവതയെ എങ്ങനെയൊക്കെ സങ്കല്പിക്കാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. അതുണ്ട്. അപ്പൊ ഞാൻ കൽപ്പിക്കുമ്പോൾ ദേവിയെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. ഈ വക്ഷസിന്റെ ഏറ്റവും തടിച്ച വക്ഷസ് എന്നൊക്കെ പറയുന്നത് കവികൾ സാധാരണ സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ ഉയർന്ന മാറിടം സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എന്റെ ദേവി തികഞ്ഞ സൗന്ദര്യവതിയും കൂടിയാണ്. അതുകൊണ്ട് സൗന്ദര്യവതി എന്നല്ല പറഞ്ഞേ, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ സാധാരണഗതിയിൽ കാളിദാസന്റെ ഒരു പദ്യം എടുക്കാം. ഇപ്പോ യക്ഷന്റെ സ്ത്രീനെ വർണ്ണിച്ചിട്ടുണ്ട്. തന്വീശി ചകിതഹരിണി പ്രേക്ഷണ നിമ്നനാഭിഃ ശ്രോണീഭാരാദലസഗമന സ്തോകനമ്രാസ്തനാഭ്യാം യാതത്ര സ്യാദ്യുപതി വിഷയേ സൃഷ്ടിരാദ്യേവ ധാതുഃ. യക്ഷന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞതാണ്. അത് തന്റെ സഖി, അതായത് ദൂത് പറഞ്ഞേക്കുന്ന മേഘത്തോട് പറയുന്നതാണ് എന്റെ ഭാര്യയെ കണ്ടാൽ ഇങ്ങനെയാണ്. ഇവിടെ വിഷയം അല്ല, വിഷയം ഞാൻ പോകുന്നത്. അപ്പോൾ അതായത് ആ സ്ത്രീയെ വളരെ സുന്ദരിയായിട്ട് ഭർത്താവിന് തോന്നാം. ഒരു തന്റെ ഭാര്യയെ ഭർത്താവിന് വളരെ സുന്ദരിയായിട്ട് തോന്നുന്നു. അപ്പോൾ സൗന്ദര്യങ്ങളൊക്കെ വർണ്ണിക്കണം. ഇവിടെ ഭക്തനാണ്, അങ്ങ് ഭക്തനാണ്. ഭക്തൻ സ്ത്രീയുടെ എവിടെയാ വർണ്ണിക്കുന്നത് സൗന്ദര്യം? സ്ഥലങ്ങളിലാണ്, അല്ലേ? ഇപ്പൊ സ്ഥലങ്ങളെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ പുരുഷനെ സംബന്ധിച്ച് ശൃംഗാരദ്യോതകങ്ങളാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണ്. അപ്പോൾ അങ്ങനെ ദേവിയെ വർണ്ണിച്ചിട്ട് ഒരു ഭക്തൻ, അത് ഇപ്പോ ഒരേ വസ്തുവിനെ പലർക്കും പല രീതിയിൽ കാണാം. അപ്പൊ ഭക്തൻ നിലയിൽ ഞാൻ ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ ദേവിയുടെ ഉയർന്ന മാറിടത്തെയും കീഴം ധരിച്ചതിനെയും മറ്റു നിറങ്ങളെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു.
ദേവിയുടെ ഒരു സ്വരൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ഇവിടെ അതിൽ നിന്ന് ഉയർന്ന മാറുവിടം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? മാറുവിടം എന്നല്ല തെറ്റാണ്. ആ പ്രയോഗം തെറ്റാണെന്ന് പറയൂ. ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? അല്ല, താങ്കൾക്ക് അതിൽ പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറുവിടത്തെ അല്ല വർണ്ണിച്ചിനി. ഭക്ഷസ് മാറുവിടം. അതെ, അതിൽ ഭക്ഷോരുഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മുളച്ചത് എന്താ? ഭക്ഷസികൾ ഭക്ഷോരുഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുലകള് അല്ലേ? അതെ. അപ്പൊ അതിൽ ആബി എന്നുള്ള വാക്കുകൊണ്ട് എന്താ തടിച്ചല്ലേ? തടിച്ചു ഉരുണ്ടത്. അതെ, അങ്ങനെയല്ല അർത്ഥം. അങ്ങ് എന്നുള്ള ഉപസർഗത്തിന് ആ അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥം അവിടെ പ്രയോഗിക്കാം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്റെ പ്രയോഗം ശരിയാണ്. നിങ്ങളിപ്പോ ഭക്തനാണ്. ആ ഭക്തനായാലും അങ്ങനെ പറഞ്ഞുകൂടാതുണ്ടോ? അല്ല, പറഞ്ഞുകൂടാതൊന്നും ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഭക്തി തന്നെയാണോ? മ്പോൾ ആ ദേവിയുടെ സൗന്ദര്യത്തിന് ആദായകമായ എല്ലാ കാര്യവും ഞാൻ പറയും. ഞാൻ സമ്മതിച്ചു. അതിന് അധ്യക്ഷനാണ് പറയേണ്ടത്. തെറ്റാണെന്ന് അധ്യക്ഷൻ പറയട്ടെ. വികാരം ഞാൻ സമ്മതിച്ചു. എന്റെ പ്രയോഗം തെറ്റാണ്. അല്ല, ഒറ്റ വാക്കിൽ ഉത്തരം തന്നെയാണ്. തെറ്റ് പറഞ്ഞിട്ടില്ല. പി ദാമോദരൻ പണിക്കര് ഇഷ്ടദേവതയെ വന്ദിക്കുന്നു. തന്റെ ദേവതയെ സങ്കല്പിക്കുവാനുള്ള ഗീതഗോവിന്ദം എഴുതിയ ജയദേവന്റെ പദ്യങ്ങൾ കേട്ടാല്, അഷ്ടപതി കേട്ടാല് ശൃംഗാരമല്ലാതെ മറ്റൊന്നില്ല. നമ്മളെ പോലത്തെ ആളുകൾക്ക് ശൃംഗാരം തോന്നുക. പക്ഷെ ജയദേവനെ ഭക്തകവി എന്നാ വിളിക്കുക, ശൃംഗാര കവി എന്നാരും വിളിക്കാറില്ല. മേഘേർമേതുരമംബരം വനഭുവശ്യാമാസ്തമാലദ്രുമൈഹി നക്തം ഭീരുരയം. ആ പദ്യം നോക്കുക. അവസാനം എന്താ പറഞ്ഞത്? രാധയും മാധവനും വള്ളിക്കുടിലുകളിൽ കളിച്ച് ശൃംഗാരമാടി കളിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആ ദേവീദേവന്മാരെ എന്നെ രക്ഷിക്കട്ടെ എന്ന് ഒരു കവി പറയുന്നു. അത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് പാടുകയും ചെയ്യുന്നു. ഇപ്പോഴും ഭഗവാന് ആ പാട്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ അത്ര. അഷ്ടപതി പാടിയിട്ടാണ് ശ്രീകോവിൽ അടക്കുന്നത് അവിടെ. അവിടുത്തെ ഭഗവാൻ അതന്നെയാണല്ലേ. ഭഗവാൻ അല്ലാതെ ശൃംഗാരം അഷ്ടപതി തോന്നാം. ജയദേവന്റെ ഗീതഗോവിന്ദത്തിലെ ഈ അഷ്ടപതി കേട്ടിട്ടാണ്, സോപാന സംഗീതം കേട്ടിട്ടാണ്, ആ എടക്കയുടെ ആ ശബ്ദവും കേട്ടിട്ടാണ് മെല്ലെ ഗുരുവായൂർ അമ്പലത്തിന്റെ നട അടക്കുന്നത്. ഭഗവാനെ ഉറങ്ങണമെങ്കിൽ ഈ അഷ്ടപതി കേൾക്കണമെന്നാണ്. അപ്പൊ അത് ഭഗവാനെ ശൃംഗരിപ്പിക്കാനല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇത് നമ്മുടെയൊക്കെ ഭാവന അനുസരിച്ച് നമ്മളൊരു സ്ത്രീയെ കാണുമ്പോൾ കാമക്കണ്ണുകളോടുകൂടിയാണ് കാണുന്നതെങ്കിൽ അവരുടെ സ്ഥാനങ്ങളല്ല, അവരുടെ ശരീരത്തിലെ ഏത് അവയവവും കാമ പ്രചോദകമാണ്. അതേസമയത്ത് നമ്മൾ അവരെ അമ്മയായിട്ട് കാണുന്നതെങ്കിൽ, സഹോദരിയായിട്ട് കാണുന്നതെങ്കിൽ നമുക്കൊന്നും കാമപ്രചോദകമല്ല. ഇത് അപേക്ഷ നമ്മളെ അനുസരിച്ചിരിക്കും. ഒരു ഭക്തന് ദേവിയുടെ സ്ഥലങ്ങൾ കണ്ടിട്ട് ആ സ്ഥലങ്ങൾ കാമദ്യോതകമായിട്ട് തോന്നുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിചാരിക്കുവാൻ സാധിക്കാത്തതാണ്. പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സാർ, അവിടെ മകളെയും ആലിംഗനം ചെയ്യുന്നു, ഭാര്യയെയും ആലിംഗനം ചെയ്യുന്നു. നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കുന്നില്ലേ, സ്വന്തം മക്കളെയാണ് പല പിതാക്കന്മാരും ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി. നമ്മുടെ നാട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാമാതുരമായ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ, ലൈംഗിക അരാജകത്വത്തിന്റെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അതിന് മക്കൾ എന്നില്ല, അമ്മ എന്നില്ല, സഹോദരി എന്നില്ല. ആ രീതിയിൽ ഒരു കാമക്കണ്ണുകളോടുകൂടി നമ്മൾ എല്ലാവരെയും കാണുന്ന ആ സംസ്കാരം ഇതല്ല നമുക്ക് വേണ്ടത്. പക്ഷെ മറ്റൊന്ന് നോക്കുക, തൻ്റെ ഇഷ്ടദേവതയായ ദേവിയെ ഒരു ലംബകുജിയായിട്ട് വർണ്ണിക്കുവാൻ കഴിയുമോ? ഒരു നീളമുള്ള സ്ഥാനമുള്ള ഒരു ദേവിയായിട്ട് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ലംബകുജമോ ലഘുജകുജമോ അല്ല, മുഗ്ധയായ ഒരു ദേവിയെ, സുന്ദരിയായ ഒരു ദേവി, ആരോഗ്യവതിയായ മുഗ്ധയായ ഒരു സ്ത്രീയെ, മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീയെ, ആ മോഹിപ്പിക്കുക എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെതായ ഒരു ലക്ഷണമാണ്. സൗന്ദര്യവതിയായ ഒരു ദേവിയെ, തൻ്റെ ഇഷ്ടദേവതയെ ഇവിടെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇരുന്നുകൂടാത്തതാണ് എനിക്കുള്ള സംശയം. കാരണം ഒരു കയ്യിൽ മദ്യപാത്രം, അത് നേരത്തെ നമ്മൾ സംസാരിച്ചാണ്, മറ്റേ കയ്യിൽ ചെന്താമര പിടിച്ചിട്ടുണ്ട്. എന്തിനായത്? ദേവിയുടെ പടങ്ങളൊന്നും താങ്കൾ കണ്ടിട്ടില്ലേ? അയ്യോ, ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. ഇല്ലേ? ഇതൊന്നും ഇല്ലാത്ത പടവും അതിലൊന്നും ദേവി അങ്ങ് പറഞ്ഞതില്ലാത്ത പടവും കണ്ടിട്ടുണ്ട്. അല്ല, ആ ചോദ്യത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഇപ്പൊ ദേവിയുടെ കയ്യിൽ താമര പിടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ അധ്യക്ഷനും ഞാനും പറഞ്ഞു, എന്റെ ദേവി, ഞാൻ ആരാധിക്കുന്ന എന്റെ ഇഷ്ടദേവത, ആ ദേവി എന്തൊക്കെ കയ്യിൽ പിടിക്കണം ഞാനാണ് തീരുമാനിക്കേണ്ടത്. ശരി, അത്രയാണ്.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് താങ്കളല്ല, ചോദിക്കില്ലല്ലോ. ഞാനാണ് തീരുമാനിക്കണം എന്റെ ദേവിയുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ, എന്തൊക്കെ മറ്റു കാര്യങ്ങൾ പിടിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണം. ഇവിടെ വാശി തന്നെയല്ലേ, മർത്തുകളിയല്ലേ ഇത്? അതെ. അപ്പൊ മർത്തുകളിക്ക് വാശി വേണ്ടേ? അല്ല, ഭാഷയല്ല ഞാൻ പറഞ്ഞത്, ധാർഷ്ട്യം. അയ്യോ, അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്റെ ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അത് അതെ, ഇഷ്ടദേവതാ നമസ്കാരമല്ലേ? അതായത് ഭക്തന് അതുകൊണ്ട് എന്താണെന്ന എന്റെ ചോദ്യം. ഭക്തന് അതുകൊണ്ട് എന്താണെന്നാണ് എന്റെ ചോദ്യം. നമ്മൾ പറഞ്ഞ വിഷയല്ലേ, അതെ, നമുക്കത് അവിടെ പാത്രത്തിന്റെ മേലെ വെച്ചിട്ടാണുള്ളത് എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇടത് കാൽ, തന്റെ ഇടത് കാൽ എന്താണ് ചരണ, രത്ന ഘടസ്ഥ സവ്യ ചരണയാണ്. രത്നഘടത്തിങ്കൽ, അതായത് സ്വർണം നിറച്ച് രത്നങ്ങൾ നിറച്ചു വെച്ച പാത്രത്തിന്റെ മുകളിൽ ഇടതുകാൽ എടുത്തു വെച്ചൊരു ദേവിയാണ്. ഇങ്ങനെയുള്ള വിശേഷണങ്ങളെ കൊണ്ട് ഒരു ഭക്തൻ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഒരു താല്പര്യം, അത്രയേ ഉള്ളൂ. മറ്റ് നിങ്ങളുടെ പിന്നെ ദേവിയെ നിങ്ങൾ എങ്ങനെ ധ്യാനിക്കുന്നു എനിക്ക് അഭിപ്രായമൊന്നും. ഇവിടെ താങ്കൾക്ക് ഈ രത്നത്തിന്റെ പാത്രത്തിന്റെ മുകളിൽ കാല് വെച്ചത് ആയിക്കോട്ടെ, ആ കാല് വെച്ചത് എന്റെ കാൽ കീഴിലാണ് ഈ സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം തന്നെ. വെച്ചാ പോരെ? അല്ല, അവിടെ വിവരിച്ചല്ലോ, സഭി എന്നുള്ളതിന് ഇടത്തോ വലത്തോ പറയാം. സഭ്യം ഭാമേജ ദക്ഷിണേ, കവിക്ക് എന്റെ ഇഷ്ടം വിവിധതാണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. സഭ്യം ഭാമേജ ദക്ഷിണ. ഇവിടെ ഇടതുകാലാ പറഞ്ഞത്. ഇടതുകാൽ പാത്രത്തിനടിയിൽ വെച്ച് പറഞ്ഞാൽ ഈ ദേവിക്ക്, ഞാൻ ആരാധിക്കുന്ന ഈ ദേവിക്ക് ഐശ്വര്യങ്ങൾ മുഴുവനും ദേവിയുടെ കാൽക്കീഴിലാണ് എന്നുള്ള സൂചനയാണ് ഭക്തന് കൊടുക്കുന്നത്. എന്താ തെറ്റുള്ളതിൽ? നമ്മുടെ പുരാണ അശോകമുണ്ട് അല്ലേ? അശോകം. അപ്പൊ താങ്കൾ ചോദിക്കുന്നത് സംസ്ഥാപ്യ ജനകാത്മജാം. വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇടതുകാലം വെച്ചല്ലേ ചോദിച്ചത് അല്ലേ? അപ്പൊ ഇത് ചോദിച്ചാൽ വലതുകാലം വെച്ചാൽ താങ്കൾ ചോദിക്കൂലേ എന്തിന് കാല് വെക്കുന്നത്? അതാണ് വലതുകാലം വെച്ചാൽ എന്തിനാ വലതുകാലം വെക്കുന്നത്? മറുക്കുന്നുണ്ട് നല്ലപോലെ. അല്ല, പക്ഷെ ഇവിടെ അങ്ങനെയാണെങ്കിൽ ആദികവി വാൽമീകി സീതയെ ശിംശുഭവൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെ ഇരുത്താൻ കാരണമുണ്ട്. കാരണമുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? കാരണം സീതയെ മാക്സിമം ഉപദ്രവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ടാണ് ആ മുള്ളു മരത്തിന്റെ താഴെ തന്നെ ചുറ്റും രാക്ഷസിമാരും ചുറ്റും അവിടെ അതാ നേരം ചോദിച്ചു, അശോക വൃക്ഷത്തിന്റെ താഴെ ഇരുത്തിയാ പോരെ സീതയെ? അല്ലെങ്കിൽ അവിടെ എത്ര നല്ല മരങ്ങളുണ്ട്, സുഗന്ധം ഉണ്ടാക്കുന്ന മരങ്ങളില്ലേ? അപ്പൊ സീതയെ ഇരുത്തിയത് ഇടത്തേക്കാൽ അവിടെ വെച്ച്, ഇല്ലെങ്കിൽ വലത്തേക്കാൽ ഇവിടെ വെച്ചു എന്ന് ചോദ്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ സങ്കല്പത്തിൽ തോന്നുന്നത് ഒരു ഗൗരവം, ഞാൻ ഇതിന്റെയൊക്കെ അധീശയാണ്, ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള സാമർഥ്യമുള്ളവളാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, ഒരു അധീശത്വം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഇടത്തേക്കാല് രത്നഘടത്തിൽ, അത് രത്നഘടത്തിലാണ്, രത്നഘടത്തിൽ ഇടത്തേക്കാല് വെക്കുകയും വലതുകാല് ഇപ്പൊ ഇറങ്ങുന്ന ചില ദേവിമാരുടെ ചിത്രങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഒറ്റക്കാല് ഇടതുകാല് പിന്നെ ഈ രത്നഘടത്തിലും വലതുകാല് ഇടതുകാലിന്റെ മേലെയും വെച്ചിട്ട് നമ്മൾ സാധാരണ ഇരിക്കുന്നത്, സാധാരണ അങ്ങനെയാണ് ഈ കാലുമ്പ കാല് കയറ്റിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇതൊരു അധീശത്വത്തിന്റെ ഒരു ഗൗരവമാണ്. ആ ഗൗരവം പ്രകടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അതിലൊരു ഫലിത ബിന്ദു കൂടി ഉണ്ട് എന്നാണ് ഞാൻ ഉണ്ടാവാം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതല്ല, നമ്മളങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പറയാം, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ആ ചോദ്യത്തിന്റെ രീതി എന്തുകൊണ്ട് വലതുകാല് വെച്ച്, ഞാൻ വലതുകാലാ വെച്ചെന്ന് പറയാൻ താങ്കൾ എന്താ വലതുകാല് വെച്ചത്? അതെ, ചോദിക്കാലോ. ഇടതുകാല് വെച്ചോണ്ട് എന്താ ഇടതുകാല് വെച്ചത്? അല്ല, ചോദിക്കാലോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ, അപ്പൊ ഇപ്പൊ നിങ്ങൾ തന്നെ വലുത് എന്താണ് താങ്കൾ പറഞ്ഞാലും കേൾക്കാം. അത് പറയാം. പറയും. ഇപ്പോ ഇടതുകാൽ, ഇപ്പൊ സ്ത്രീകൾക്ക് അവരെ വാമാംഗി സുന്ദരിമാര് വാമശബ്ദം കൊണ്ട് അവരെ ഇതാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സുന്ദരതരമായ തൻ്റെ കാല് വെച്ചു എന്ന് ഒരർത്ഥം പറയാമെന്ന് ഒരാചാര്യം പറഞ്ഞു തന്നാണ്. അങ്ങനെ പറയാം. പിന്നെ ഒരു തമാശക്കൊരു പറഞ്ഞത്, ഭക്തന്മാരെല്ലാം പോയിട്ട് എവിടെയാ നമസ്കരിക്കൽ? കാലിനാണ്. അപ്പോൾ ഇതിൻ്റെ അടിക്ക് ഇത് കാണും, ഏത് രത്നം. അപ്പോൾ ഇവന് ലോകത്തിൽ വീണ്ടും ആഗ്രഹം വരും. അങ്ങനെ ആഗ്രഹം വരുത്തിയിട്ട് ഇവനെ ഇതാക്കണം. അതൊരു ഫലിത ബിന്ദുവായിട്ട് പറഞ്ഞതാണ്. മറ്റ് അതിൻ്റെ യഥാർത്ഥമായിട്ട് പറയുന്ന അദ്ദേഹവും പറഞ്ഞാണ്. ഇങ്ങനെ ദേവിയെ നമസ്കരിക്കുമ്പോൾ കാണുന്നത് എന്താ? ഇവിടെ ഇപ്പോൾ ഇതിൽ ടി വിയിൽ വന്നിട്ടുണ്ട്, എന്താ കാലിൽ നയിക്കുന്നുണ്ട്, അതുപോലെ അല്ലേ ഒരു പരസ്യം, എന്താ കാലിൽ കാലിൽ രത്നം,
അല്ല, ദേവിയുടെ ഗൗരവം കാണിക്കാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്. ഏതായാലും ഒരു ലേഖന പരമ്പര നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പക്ഷെ ഈ വാമ എന്ന് സ്ത്രീയെ വിളിക്കുന്നത് പാണിഗ്രഹണ സമയത്ത് ഇടതുഭാഗത്ത് ഇരിക്കേണ്ടവൾ എന്ന അർത്ഥത്തിലാണ്. വലതുഭാഗത്ത് പുരുഷനും ഇടതുഭാഗത്ത് സ്ത്രീയും ഇരിക്കേണ്ടവളായതുകൊണ്ടാണ് അവളെ വാമ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് നാടികളിൽ ഇടാ പിങ്കള സുഷം നാടികളുടെ ഈ പിങ്കള നാടി പുരുഷനും ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ഇത് നോക്കുമ്പോ നിമിത്തം നോക്കുമ്പോ അങ്ങനെ ഇടതുഭാഗത്ത് പഠിച്ചാല് വലതുഭാഗത്ത് പഠിച്ചാൽ ആണിന് മോശം. അല്ല, അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ജനക ഈ ഉടൽ കടുവിനോട് സമമിടത്തുകാൽ മുൻപിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതര മലറി ഒരു രജനി ജലവേഷമായി കാണായിദാശു ലങ്കാശു. അതുകൊണ്ടാണ് പെണ്ണിനോട് എന്നിട്ട് പിന്നെ ജനക നൃപ വര മകൾക്കും തുടിച്ച മോശമാണ് ഒരാൾക്ക്. ആർക്ക്? പുരുഷനത് മോശമാണ്. മറ്റേ ജനക നരപതി മകൾക്കും ദശാസി രണ്ടാൾക്കടുത്ത് ഭാഗം പഠിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ സീതക്ക് നല്ലതാണ് സംഭവിച്ചത്. അപ്പൊ സുഗ്രീവനും അതുപോലെ തന്നെ ശ്രീരാമനും കൂടി സഖ്യം, അതുപോലെ തന്നെ സീതക്കും ഇടത് കണ്ണു തുടിച്ചു. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞാലും അംഗം വരുന്നത് രാവണനും ബാലിക്കും സീതക്കും ഇടത് കണ്ണു തുടിച്ചു പറഞ്ഞാൽ ഇടത് കണ്ണു തുടിച്ചാൽ സ്ത്രീകൾക്ക് നല്ലതാ, പുരുഷന്മാർക്ക് മോശവും. അതെ, അപ്പൊ ഇവിടെ സുഗ്രീവനുമായി ശ്രീരാമൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ഇവരുടെ 3 പേരുടെയും ഇടത് കണ്ണ് തുടിച്ചു എന്ന് പറഞ്ഞാൽ സീതക്ക് ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കമായി എന്നാണ്. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ ഇടാനാടികളുടെ സ്വഭാവം പറയാറുണ്ട്. അങ്ങനെയാണത്. അത് ഇടാനാടി ചന്ദ്രനായിട്ടും പിങ്കളാനാടി സൂര്യനായിട്ടുമാണ് കൽപ്പിക്കുന്നത്. അതിൻ്റെതായ സ്വഭാവവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാനല്ലേ പദ്യം അവതരിപ്പിക്കുന്നു. കടകസംസകൃത വിദ്യാധര നിവഹവധൂഗീതരുദ്രാവദാന തരൈർഹേരംബനാദൈസ്തരളിത നിനദത്താരകാരാദികേകീ കൈലാസ ശർവനിർവൃത്യഭിജനകപദം സർവദാ പർവതേന്ദ്ര